ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. വടവാതൂർ ആസ്ഥാനമായുള്ള ഗേറ്റ് ചർച്ചിന്റെ വിപരീത ഉപദേശങ്ങളെ സംബന്ധിച്ച് കണ്ണശ നാം പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ പഠന പരമ്പരയുടെ 8ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നാം കടന്ന് വന്നിരിക്കുന്നത്. ഈ 8ാമത്തെ എപ്പിസോഡിൽ അതിപ്രധാനമായി പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ പറഞ്ഞ ആ വിഷയത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, അവര് പറയുന്ന ഏതാണ്ട് 12-ലധികം വിപരീത ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ മാത്രമാണ് പുതിയ നിയമ ഉപദേശം. ബാക്കിയുള്ളവ എല്ലാം വിപരീത ഉപദേശങ്ങളാണ്. എന്നുവെച്ചാൽ ഗേറ്റ് ചർച്ച് ഒഴികെയുള്ള എല്ലാ സഭകളും വിപരീത ഉപദേശ കൂട്ടങ്ങളാണെന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇവിടെ വാസ്തവത്തില് ഈ ഗേറ്റ് ചർച്ചിന്റെ ഉപദേശ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ സംഗ്രഹമായി നമ്മൾ ഇതിനോടകം ചിന്തിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായി ഗേറ്റ് ചർച്ചിന്റെ ഉപദേശ വിരുദ്ധതകളെ സംബന്ധിച്ച് ഒന്നൊന്നായി നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അതിന്റെ ഒരു സംഗ്രഹമാണ് ഇപ്പോൾ ഞാൻ ഈ 8ാമത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. 1, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലെ അന്ത്യനിയോഗം കർത്താവിന്റെ സഭയ്ക്ക് ഉള്ളതല്ല. അത് കർത്താവിന്റെ ശിഷ്യന്മാർ കൊടുത്തതാണ്. ശിഷ്യന്മാര് പഴയ നിയമത്തിന്റെ ഭാഗമായിരുന്നു, പുതിയ നിയമത്തിന്റെ ഭാഗം ആയിരുന്നില്ല. അവരോടാണ് കർത്താവ് ഈ കാര്യം പറഞ്ഞത്. അല്ലാതെ ദൈവസഭയോട് ബന്ധത്തിലല്ല ഈ അന്ത്യ നിയോഗം നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഗേറ്റ് ചർച്ചിന്റെ വിപരീത ഉപദേശങ്ങളിൽ അതിപ്രധാനമായ 1ാമത്തെ ആർഗ്യുമെന്റ്. 2ാമത് അവർ പറഞ്ഞത് സുവിശേഷങ്ങൾ 4 മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങൾ അത് പുതിയ നിയമ പുസ്തകങ്ങളുടെ ഭാഗമല്ല, അവ പഴയ നിയമ പുസ്തകങ്ങളുടെ ഭാഗമാണ്. ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധജടിലമായിരിക്കുന്ന വിഷയം പറയുകയില്ലായിരുന്നു എന്നാണ് എന്റെ കണക്കുകൂട്ടൽ. കാരണം ഒടുവിലത്തെ പ്രവാചകനായിരിക്കുന്ന മലാഖി തന്റെ പ്രവാചക പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇനിയും നീതിസൂര്യൻ രോഗോപശാന്തിയുടെ നിങ്ങൾക്കായി ഉദിക്കും. നീതിസൂര്യൻ രോഗോപശാന്തിയുടെ ഉദിച്ചാൽ മാത്രമേ ഇനി അവർക്ക് ആത്മരക്ഷയ്ക്കുള്ള മാർഗം ഉള്ളൂ എന്നാണ് മലാഖി പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്. ആ കാര്യം ചരിത്രത്തിൽ നിവർത്തിക്കപ്പെടുവാൻ ഏതാണ്ട് BC 4ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഈ കാര്യം നിവർത്തിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള അവതാരത്തോട് ബന്ധപ്പെട്ടാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ 3ാം അധ്യായം 24 മുതലുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: സെബുലൂൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുളിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിരുന്ന ജനത്തിന് വലിയൊരു വെളിച്ചമായിട്ടാണ് കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നത്. യോഹന്നാൻ ആ കാര്യം പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു തന്റെ സുവിശേഷത്തിൽ: സർവ്വലോകത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേ ഇരുന്നു. സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേ ഇരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അത് മനസ്സിലാക്കിയ യോഹന്നാനാണ് പിന്നെ പറയുന്നത്, സുവിശേഷത്തിന്റെ 1ാം അധ്യായം 14ാം വാക്യം: ഞങ്ങൾ അവന്റെ തേജസ് ഏകജാതനായവന്റെ തേജസ്സായി, ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അതാണ് വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത് കഴിഞ്ഞപ്പോഴാണ് കർത്താവായ യേശു തന്റെ പരസ്യ ശുശ്രൂഷയ്ക്കായി രംഗപ്രവേശം ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനായി തീരും. അപ്പോൾ നമ്മള് 4 സുവിശേഷങ്ങളിലും കർത്താവായ യേശു ലോകത്തിന്റെ വെളിച്ചമായി, വിശ്വത്തിന്റെ പ്രകാശമായി തന്നെത്താൻ വെളിപ്പെടുന്നു. പ്രവചനങ്ങളുടെ നിവർത്തി എന്ന നിലയിലാണ് കർത്താവ് വെളിപ്പെടുന്നത്. ഇത് സംഭവിക്കുന്നത് ഒടുവിലത്തെ പ്രവാചകന്റെ ശുശ്രൂഷയും കഴിഞ്ഞ് സുമാർ 400 വർഷങ്ങൾക്ക് ശേഷമാണ്. 400 വർഷക്കാലത്തെ ചരിത്രം എന്ന് പറയുന്നത് ഇടക്കാല ചരിത്രമാണ്. മക്കാബിരും മറ്റും അവരെ ഭരിച്ച കാലഘട്ടം. ഈ ഇടക്കാല ചരിത്രത്തില് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ അന്ധകാര യുഗം എന്നാണ് ആ 400 വർഷക്കാലത്തെ അറിയപ്പെടുന്നത്. വേദപഠിതാക്കൾ പറയുമ്പോൾ 400 years ഓഫ് സൈലൻസ് എന്ന് പറയുന്നു. 400 വർഷക്കാലത്തെ ആ നിശബ്ദ കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിൽ അവർക്ക് പ്രവാചകന്മാരില്ല, ദേവാലയമില്ല, പുരോഹിതന്മാരില്ല, ആരാധനയില്ല, യാഗങ്ങളില്ല, ദൈവത്തിനുള്ള പ്രത്യേകമായ അരുളപ്പാടുകളും ഇല്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് നീതിസൂര്യന്റെ പ്രതീക്ഷ പൂവണിയുന്നത്. കർത്താവായ യേശു സാക്ഷാൽ ദൈവത്തിന്റെ നീതിസൂര്യനായി ലോകത്തിൽ അവതരിക്കുന്നു. ഈ കാര്യം സുവിശേഷകന്മാരെ വിളംബരം ചെയ്യുമ്പോൾ ലോകത്തിന്റെ പ്രത്യാശ നമുക്കറിയാമല്ലോ. യേശു കുഞ്ഞിനെ കരങ്ങളിലേന്തി വന്ധ്യവയോധികനായ ശിമ്യോൻ അവനെ അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഇപ്പോൾ നാഥ, നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികളുടെ വെളിച്ചവും ഇസ്രായേലിന്റെ രക്ഷയുമായി സകല ജനത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ. അവനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ മെഷിയായെ കണ്ടിട്ടില്ലാതെ മരണം ആസ്വദിക്കുകയില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നേരിട്ട് അരുളപ്പാട് ലഭിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് പറയുന്നത്, ഈ കൈക്കുഞ്ഞിനെ കരങ്ങളിൽ ഏന്നിട്ട് ജാതികളുടെ വെളിച്ചം, ഇസ്രായേലിന്റെ രക്ഷ, സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ വലിയ രക്ഷ എന്ന് പരസ്യമായി പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ നിയമത്തിലെ സകല പ്രവചനങ്ങളുടെയും നിവർത്തി കർത്താവായ യേശു ക്രിസ്തുവിലാണെന്ന് 4 സുവിശേഷകന്മാർ സമർത്ഥിക്കുകയും ഈ 4 സുവിശേഷങ്ങൾ ദൈവസഭയുടെ അടിസ്ഥാനമാക്കി കർത്താവ് തീർക്കുകയും ചെയ്തു. അവിടെയാണല്ലോ മത്തായി 16:18 നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് കർത്താവും അല്ല ചെയ്തത്. പക്ഷേ ഗേറ്റ് ചർച്ചക്കാർ പറയുന്നത് ഈ 4 സുവിശേഷങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളുടെ ഭാഗമാണ്, പുതിയ നിയമ പുസ്തകങ്ങളുടെ ഭാഗം അല്ല എന്ന്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളെ ക്രോഡീകരിച്ച് ദൈവനിശ്വസ്ത പുതിയ നിയമ ഗ്രന്ഥങ്ങളാക്കി അതിനെ സ്വീകരിച്ച പണ്ഡിതന്മാരായ ദൈവദാസന്മാർ, അവർക്കൊക്കെ അബദ്ധം പറ്റിയതാണ് ഈ ഗേറ്റ് ചർച്ചുകാരുടെ നിഗമനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്, ഈ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ജനങ്ങളുടെ കൂട്ടത്തിലെ സെരുബാബേലും യസ്രാ ശാസ്ത്രിയും അവരെ ദൈവത്തിന്റെ ന്യായപ്രമാണം കണ്ടെത്തി അത് വായിച്ച് കേൾപ്പിച്ച് ജനത്തെ അനുതാപത്തിലേക്ക് നടത്തി യഥാസ്ഥാനപ്പെടുത്തി. ആ യസ്രാ ശാസ്ത്രി പിന്നീട് ആ ദൈവനിശ്വസ്തമായ പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് ആ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് BC 385 കാലങ്ങളിൽ തന്നെ അത് ക്രോഡീകരിച്ചു. 39 ആണ് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അത് പഴയ നിയമത്തിലെ നമുക്ക് ലഭിച്ചിരുന്ന ക്രമം അനുസരിച്ചല്ല എബ്രായ ബൈബിളിലെ ക്രമം. എബ്രായ ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തിയും ഒടുവിലത്തെ പുസ്തകം നിലവൃത്താന്ത പുസ്തകങ്ങളുമാണ്. നമുക്ക് ഉൽപ്പത്തിയും മലാഖിയുമാണ്. ഹാബേൽ തുടങ്ങി ദേവാലയത്തിനും യാഗപീഠത്തിനും മധ്യേ കൊല്ലപ്പെട്ട സെക്കരിയാ പുരോഹിതന്റെ രക്തം വരെ ഈ തലമുറയോട് ചോദിക്കപ്പെടും എന്ന് പറയുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ നിലവൃത്താന്ത പുസ്തകത്തിലാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലെ 39 പുസ്തകങ്ങളുടെ ദൈവനിശ്വസ്ത ക്രോഡീകരണം യസ്രാ ശാസ്ത്രിയുടെ കാലഘട്ടത്തിൽ BC 380-85 സംഭവിച്ചു കഴിഞ്ഞു. പഴയ നിയമ ഗ്രന്ഥങ്ങളായി ഇസ്രായേലിൽ കണക്കാക്കി വന്നത് അതിനെയാണ്. അത് അങ്ങനെ വരുമ്പോൾ പുതിയ നിയമ ഗ്രന്ഥങ്ങളിലെ 4 സുവിശേഷങ്ങൾ പുതിയ നിയമത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. മൂന്നാമതൊരു പറഞ്ഞ ദുരുപദേശം റോമർ മുതൽ ഫിലമോൻ വരെയുള്ള 13 പുസ്തകങ്ങൾ മാത്രമാണ് സഭയ്ക്കുള്ളത് എന്നാണ്. ഞാൻ വായിച്ച ബൈബിളിൽ അങ്ങനെയല്ല. റോമർ തുടങ്ങി യൂദ വരെയുള്ള 21 ലേഖനങ്ങൾ, അതാണ് ദൈവസഭയുടെ ഉപദേശ ഗ്രന്ഥങ്ങളായി കാണുന്നത്. അതിലെ ഇടയ ലേഖനങ്ങളുണ്ട്, കാരാഗ്രഹ ലേഖനങ്ങളുണ്ട്, മറ്റു പല ലേഖനങ്ങളും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ റോമർ തുടങ്ങി യൂദ വരെയുള്ള 21 ലേഖനങ്ങളാണ് ദൈവസഭയുടെ ഉപദേശ സംഹിതകൾ പരിശുദ്ധാത്മാവ് ക്രോഡീകരിച്ചിട്ടുള്ളത്. 1-ാം നൂറ്റാണ്ട് മുതൽ അത് അങ്ങനെ തന്നെ സ്വീകരിക്കപ്പെടുകയും അങ്ങനെ തന്നെ സഭ പഠിപ്പിക്കുകയും ചെയ്യുന്നു.
നാലാമത്തെ ഡേഞ്ചറസ് ഉപദേശമാണ് ഈ ഗേറ്റ് ചർച്ചിന്റേത്. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടേണ്ട, സ്നാനം സഭയ്ക്കുള്ളതേ അല്ല എന്ന്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റുവെന്ന്. എവിടെയെല്ലാം പത്രോസും പൗലോസും പ്രസംഗിച്ചോ അവിടെയെല്ലാം അവർ സ്നാനത്തിന്റെ അനിവാര്യതയെ ഊന്നി പറയുകയും വിശ്വസിച്ചവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുകയും ചെയ്തു. സ്നാനം എന്തിനാണെന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു നേരത്തെ. സ്നാനം എന്ന് പറയുമ്പോൾ ഈ ഇവിടെ പറയപ്പെടുന്ന സ്നാനം ജലസ്നാനമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരു വിശ്വാസി താൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ദൈവവേദനാണെന്ന് ലോകത്തോട് പരസ്യമായി സമ്മതിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കാനുള്ള അപേക്ഷയാണ്, അനുസരണത്തിന്റെ അടയാളമാണ്. പഴയ മനുഷ്യനെ കുഴിച്ചെടുത്തതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതിന് പുതിയ മതത്തിൽ 2 സ്നാനങ്ങളാണുള്ളത്. ഒന്ന് പരിശുദ്ധാത്മ സ്നാനം, 2 ജലസ്നാനം. പരിശുദ്ധാത്മ സ്നാനം ക്രിസ്തുവിന്റെ മാർമികമായ ശരീരത്തോട്, അതായത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ ചേർക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അത് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ പരിശുദ്ധാത്മാവിൽ നിമജ്ജനപ്പെടുത്തി ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കപ്പെട്ടവനായി അവനെ കർത്താവിന്റെ ശരീരത്തിന്റെ അവയവമാക്കി മാറ്റുന്ന ആത്മലോകത്തെ പ്രവൃത്തിയാണ്. നമുക്കത് കാണാൻ കഴിയില്ല, നമുക്ക് അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനും സാധിക്കുകയില്ല. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ജലസ്നാനമാകട്ടെ ആത്മസ്നാനത്താൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനത്തിന്റെ ഐഹികമായ അടയാളമാണ്. ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അവൻ അതിക്രമത്തിനും പാപത്തിനും മരിച്ചിരിക്കുന്നു. അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങുമ്പോൾ ക്രിസ്തുവിന്റെ അടക്കത്തോടെ അവൻ അനുഭവപ്പെടുന്നു. അവൻ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടെ അനുഭവപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. ഇത് മൂന്നും അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആത്മസ്നാനത്തിലാണ്, അല്ലാതെ ഈ പറയപ്പെട്ട ജലസ്നാനത്തിലല്ല. ജലസ്നാനം രക്ഷിക്കപ്പെടാനുള്ളതല്ല. ജലസ്നാനം കർത്താവിന്റെ സഭയോട് ചേർക്കുവാനുള്ളതല്ല. ജലസ്നാനം പ്രാദേശിക സഭയുടെ അംഗത്വത്തിലേക്ക് ചേർക്കപ്പെടാനുള്ള ഐഹികമായിരുന്ന അനുസരണത്തിന്റെ അടയാളമാണ്. ആത്മസ്നാനത്താൽ ആത്മശരീരത്തിന്റെ അംഗങ്ങളായ ആളുകൾ ജലസ്നാനത്താൽ ഒരു പ്രാദേശിക കൂടിവരവിന്റെ അംഗത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. ഇനി 5ാമത്തെ ദുരുപദേശം പറഞ്ഞത് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് യഹൂദന് വേണ്ടി മാത്രമാണ് എന്നാണ്. കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ കണ്ടിട്ട് 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, കണ്ടാലും ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. കണ്ടാലും യഹൂദന്മാരുടെ പാപം ഒഴിക്കുന്നവരെന്നല്ല, ലോകത്തിന്റെ, അവൻ സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു എന്ന് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നു. അവൻ ഒരിക്കൽ എന്നേക്കുമായി കഴിച്ച ശരീരയാഗത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദൈവം എബ്രായത്തിൽ അങ്ങനെ തന്നെ പറയുകയാണ്, ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും അവശേഷിക്കുന്നില്ല എന്ന്. അപ്പൊ സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ഏകയാഗമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗം. ക്രിസ്തു ഭൂമിയിൽ വന്നത് യഹൂദന് വേണ്ടി മാത്രമല്ല, സർവ്വ പാപികളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവീൻ, ഞാനല്ലാതെ മറ്റൊരു ദൈവമല്ലോ എന്നും. കർത്താവിന് നാം വിളിച്ചുപേക്ഷിക്കുന്ന ഏവനും, അതായത് യഹൂദനായാലും യവനായാലും അവൻ രക്ഷിക്കപ്പെടുമെന്നും റോമർ 10:14 അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു. ഇനി 6ാമതായി പറഞ്ഞത് യേശു ക്രിസ്തു പ്രസംഗിച്ചത് ന്യായപ്രമാണത്തിന്റെ അനുസരണത്തിലൂടെ രക്ഷ നേടുന്നതിനെ കുറിച്ചാണെന്ന്. ന്യായപ്രമാണത്തിന്റെ അനുസരണത്താൽ ഒരു ജഡവും നീതിരിക്കപ്പെടുന്നില്ല എന്നും ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നയിച്ചിരുന്ന ശിശുപാലകൻ, അതായത് സ്കൂൾ മാസ്റ്റർ ആയിരുന്നു എന്നും വളരെ വ്യക്തമായി പൗലോസ് ഗലാത്യരോട് പറഞ്ഞിട്ടുണ്ട്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലും അനുസരണത്താലും ഒരു മനുഷ്യനും നീതിരിക്കപ്പെടാനോ രക്ഷിക്കപ്പെടാനോ സാധിക്കില്ല. കാരണം അത് ചെയ്യുന്നവൻ അതുമൂലം ജീവിക്കും എന്നാണ് പ്രമാണം. പക്ഷെ അത് മുഴുവൻ ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പൊ ഒരു മനുഷ്യന് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ നീതിരിക്കപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ് വിശ്വാസമുള്ള നീതീകരണം കർത്താവ് ഇഫക്റ്റീവ് ആക്കിയത്. യേശു ക്രിസ്തു പ്രസംഗിച്ചത് ന്യായപ്രമാണത്തിന്റെ അനുസരണത്തിലൂടെ രക്ഷ നേടുന്നതിനെ കുറിച്ച് അല്ല, മറിച്ച് ന്യായപ്രമാണത്തിന്റെ നിവർത്തിയിലൂടെ രക്ഷ നേടുന്നതിനെ കുറിച്ചാണ്. എന്നാണ് ന്യായപ്രമാണത്തിന്റെ അനുസരണം എന്ന് പറയുന്നത്? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, പിടിച്ചുപറിക്കരുത്, മോഹിക്കരുത്, ഇങ്ങനെയുള്ള അരുതേ കൽപ്പനകൾ. അത് ചെയ്താണോ ഒരാൾ നിത്യജീവൻ പ്രാപിക്കുന്നത്? അതിൽ കൂടി രക്ഷപ്പെടാൻ കഴിയുകയില്ല.
മറിച്ച് ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയോടുള്ള അനുസരണത്തിലുള്ള ഇതാണ് ന്യായപ്രമാണ നിവൃത്തി. പാപി മരിക്കണം എന്നുള്ളതാണ് ന്യായപ്രമാണത്തിന്റെ റിക്വയർമെന്റ്. അതേസമയത്ത് ദൈവത്തിന്റെ നീതി പറയുന്നു പാപിയെ നീതീകരിക്കണം, അതിനവനെ സ്നേഹിക്കണം. ദൈവത്തിന്റെ ശിക്ഷാകോടതി പറയുന്നു പാപിയെ ശിക്ഷിക്കണം. ദൈവത്തിന്റെ സ്നേഹം നിർബന്ധിക്കുന്നു അവനെ നീതീകരിക്കണം. അപ്പൊ പാപത്തിന് പരിഹാരം വന്നിട്ടില്ലാതെ പാപിയെ നീതീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപമാക്കി എന്ന് 2 കൊരിന്ത്യർ 5 അപ്പോസ്തലൻ പറയുന്നു. കർത്താവായ യേശു ഹി മെയ്ഡ് ഹിംസെൽഫ് സിൻ ഫോർ us that we might be made righteousness of God in him. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം നീതീകരിക്കപ്പെട്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ ന്യായപ്രമാണത്തിന്റെ അനുസരണത്തിനല്ല, ന്യായപ്രമാണത്തിന്റെ റിക്വയർമെന്റ് നിവർത്തിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിലുള്ള അനുസരണത്തിലാണ് പാപി രക്ഷിക്കപ്പെടുന്നത്. അതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. 7 പുതിയ നിയമസഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് ദിവസം അപ്പോസ്തല പ്രവൃത്തി 2-ലല്ല. എന്റെ ബൈബിൾ പറയുന്നു, പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, അന്ന് ഏകദേശം 120 ഒരു സംഘം യെരൂശലേമിലെ മാളികമുറിയിൽ കൂടിയിരുന്നു. അവിടെ സംഘം എന്നാ പറയുന്നത്, സേവികാ സംഘം പോലെ, NSS സംഘം പോലെ, അല്ലെങ്കിൽ ബാലസംഘം പോലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘം പോലെ ഒരു കൂട്ടം എന്ന് മാത്രമേ ഉള്ളൂ. 2-ാം അധ്യായത്തിന് 47-ാം വാക്കിൽ വായിക്കുന്നു, കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അത് പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിനും 2-ാം അധ്യായത്തിന് 47-ാം വാക്യത്തിന് ഇടയിൽ സംഭവിച്ച ആത്മസ്നാനത്താലാണ് സഭയുണ്ടായത്. അത് പെന്തക്കോസ്ത് നാൾ തന്നെയാണ്. എന്തുകൊണ്ട് പെന്തക്കോസ്ത് നാൾ എന്നതിലേക്ക് 6 തെളിവുകൾ ഞാനൊരു വീഡിയോ നൽകിയിരുന്നു. അതിനൊന്നും മറുപടി അവര് ഇതുവരെ നൽകിയിട്ടില്ല. ഇനി അടുത്ത് പറയുന്ന പ്രവൃത്തി 2:47 കർത്താവ് രക്ഷിക്കുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നത് യഹൂദ സഭയോട് ചേർക്കുന്ന കാര്യമാണ്. യഹൂദ സഭ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ ചേർന്നാണ്. 12 ഗോത്രങ്ങൾ ചേർന്ന് യഹൂദ സഭയായിരിക്കുമ്പോൾ തന്നെ ഓരോ ഗോത്രവും അതിന്റെ ഗോത്രത്തിന്റെ കൊടിക്കീഴിലാണ് സെപ്പറേറ്റ് ഐഡന്റിറ്റിയിൽ അറിയപ്പെടുന്നത്. യഹൂദാഗ്രഹം യഹൂദാഗ്രഹമായും, അതുപോലെ ലേവ്യാഗ്രഹമായും, ദാൻ ഗോത്രമായും, അങ്ങനെ ബെന്യാമീൻ ഗോത്രമായും അറിയപ്പെട്ടു. 1 എന്ന് പറയുമ്പോൾ തന്നെ അവര് 12 പേരും 12 സ്റ്റാൻസിലാണ് നിന്നിട്ടുള്ളത്. എന്നാൽ പുതിയ നിയമസഭ അങ്ങനെയല്ല. പുതിയ നിയമസഭയിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അവിടെ ദാൻ ഗോത്രക്കാരനോ, ബെന്യാമീൻകാരനോ, ഇസ്സാഖാർ ഗോത്രക്കാരനോ, യഹൂദാ ഗോത്രക്കാരനോ, ലേവ്യ ഗോത്രക്കാരനോ വ്യത്യാസമില്ല. യഹൂദനെന്നും യാവനെന്നും വ്യത്യാസമില്ല. എല്ലാവരും ചേർന്ന് ഒരൈഡന്റിറ്റി, സിംഗിൾ ഐഡന്റിറ്റി, കർത്താവിന്റെ ശരീരമായ സഭ. ഈ കാര്യത്തിൽ ഇസ്രായേലിലും പുതിയ നിയമസഭയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പഴയ നിയമസഭയുടെ പിന്തുടർച്ചയല്ല പുതിയ നിയമസഭ. ഇവ രണ്ടും 2 പ്രമാണങ്ങളുടെ സ്ഥാപിതമായിരുന്നു. ഒന്ന് ന്യായപ്രമാണത്തിന്മേലും മറ്റേത് കൃപയുടെയും സത്യത്തിന്റെയും പ്രമാണത്തിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. 9-ാമത്തെ ദുരുപദേശം, പുതിയ നിയമസഭ ആരംഭിച്ചത് പൗലോസൂടെയാണ്. ഇല്ല, പുതിയ നിയമസഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെയാണ് അത് സമാരംഭിച്ചത് എന്ന് വളരെ വ്യക്തമായി വേദവസ്തം പറയുന്നു. 1 കൊരിന്ത്യർ 12:13 അതിന്റെ തെളിവാണ്. എന്നാൽ പുതിയ നിയമസഭയ്ക്കുള്ള സമ്പൂർണമായ വെളിപ്പാടുകൾ ദൈവം നൽകിയത് അപ്പോസ്തലനായ പൗലോസൂടെയാണ്. അതേ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് ഈ കാലത്തിന്റെ വ്യവസ്ഥിതിക്കായി എനിക്ക് നൽകപ്പെട്ട വെളിപ്പാടനുസരിച്ച് ഒരു മർമ്മം അറിയായി വന്നു. അതിപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടിയതുപോലെ പൂർവ്വകാലങ്ങളിൽ വെളിപ്പെട്ടിരുന്നില്ല എന്ന് പറയും. അത് ദൈവസഭയുടെ സമ്പൂർണമായ വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസൂടെയാണ് കർത്താവ് നൽകിയത്. എന്നാൽ സഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. 10-ാമത്തെ ദുരുപദേശം, ആദ്യത്തെ ക്രിസ്ത്യാനി പൗലോസാണ്. അല്ല, ആദ്യത്തെ ക്രിസ്ത്യാനി കർത്താവിന്റെ 12 ശിഷ്യന്മാരും ആ ശിഷ്യന്മാരോടുകൂടെ യെരൂശലേമിലെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനു വേണ്ടി കാത്തിരുന്നവരുമായിട്ടുള്ള 120 പേരുള്ള സംഘമാണ്. അവരുടെ മേലാണ് പരിശുദ്ധാത്മാവ് വന്നത്. അവരെയാണ് പരിശുദ്ധാത്മാവ് സ്നാനപ്പെടുത്തിയത്. അവിടെയാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത്. അവിടെയാണ് ക്രിസ്തീയ വിശ്വാസികൾ ആരംഭിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന പേര് ഈ ദൈവമക്കൾക്ക് ലഭിച്ചത് പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 13-ാം അധ്യായം മുതലാണ്. അന്ത്യോക്യയിലെ സഭയോട് വായിക്കുമ്പോൾ വിശ്വസിച്ചവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ വിളിക്കപ്പെട്ടു. അത് നാട്ടുകാർ വിളിച്ച പേരാണ്. അവരെ വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്നുള്ള നിലയിൽ. അവരാണ് ക്രിസ്ത്യാനികൾ. അല്ലാതെ ക്രിസ്ത്യാനികൾ എന്ന് സ്വയം അവർ പേരെടുത്തവരല്ല.
പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താൽ പെന്തിക്കോസ് നാളിൽ രൂപീകൃതമായ ദൈവസഭയിൽ അംഗങ്ങളായി വന്ന ആദ്യത്തെ 120 പേരങ്ങൾ അവരാണ് ആദ്യത്തെ ക്രിസ്ത്യാനികൾ. അവരോട് ചേർന്ന് പത്രോസിന്റെ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിന്റെ ഫലമായി സ്നാനപ്പെട്ട് മുമ്പോട്ട് വന്ന 3000 പേർ. അടുത്ത അധ്യായം വായിക്കുമ്പോൾ പുരുഷന്മാരുടെ എണ്ണം തന്നെ 4000 അധികം. അവരാണ് ആദിമ ക്രിസ്ത്യാനികൾ. പൗലോസ് അല്ല ആദ്യത്തെ ക്രിസ്ത്യാനി. പൗലോസ് രക്ഷിക്കപ്പെടുന്നത് ദമസ്കോസിൽ വെച്ചാണ്. പ്രവർത്തന പുസ്തകം 9-ാം അധ്യായം, അത് 9-ാം അധ്യായം, 22-ാം അധ്യായം, 26-ാം അധ്യായം, ഈ 3 അധ്യായങ്ങളിൽ പൗലോസിന്റെ മാനസാന്തര വിവരണം നൽകിയിട്ടുണ്ട്. 9-ാം അധ്യായത്തിൽ ലൂക്കോസ് ആ കാര്യം ചരിത്രപരമായി രേഖപ്പെടുന്നു. 22-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ മാനസാന്തര വൃത്താന്തം സ്വജനമായ ഇസ്രായേലിനെ അറിയിക്കുന്നു. 26-ൽ അഗ്രിപ്പ മഹാരാജാവിന് മുമ്പാകെ തന്റെ മാനസാന്തര വിവരണം അദ്ദേഹം നൽകുന്നു. ആദ്യത്തെ ക്രിസ്ത്യാനി പൗലോസ് അല്ല. പൗലോസ് ഇവരെല്ലാം ക്രിസ്ത്യാനികളായ ശേഷം ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് അവരെ കർത്താവിനെ സ്വീകരിച്ചവരാണ്. ക്രിസ്തു വിശ്വാസികളെയും ശിഷ്യന്മാരെയും കൊന്നൊടുക്കാൻ വേണ്ടിയാണല്ലോ അദ്ദേഹം അങ്ങോട്ട് പോയത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടെന്നാണ് അതിന് തെളിവ്. പക്ഷെ ഇത് മനസ്സിലാക്കുവാൻ ഗേറ്റ് ചർച്ചുകാരുടെ തലയ്ക്കകത്ത് ട്യൂബ് കത്തേണ്ടത് വളരെ ആവശ്യമായിട്ടിരിക്കുന്നു. ഇനി അടുത്തത് 11-ാമത്തെ ഉപദേശം. പൗലോസ് പ്രസംഗിച്ച സുവിശേഷവും പത്രോസ്, യോഹന്നാൻ, പീലിപ്പോസ് തുടങ്ങിയവർ പ്രസംഗിച്ച സുവിശേഷവും വ്യത്യസ്ത സുവിശേഷങ്ങളാണ്. ഏറ്റവും ഗുരുതരമായ ഉപദേശങ്ങളിൽ ഒന്നാണ് അത്. പത്രോസും പൗലോസും യോഹന്നാനും പീലിപ്പോസും പ്രസംഗിച്ച സുവിശേഷം കൃപയുടെ സുവിശേഷമാണ്. പത്രോസ് പറഞ്ഞ ആകിയാൽ അറിയായ്മയുടെ കാലങ്ങളെ ഇപ്പോൾ ഗണ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. അതാണ് കൃപയുടെ സുവിശേഷം. പെന്തക്കോസ്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് അതാണ്. പൗലോസ് പ്രസംഗിച്ചതും അത് തന്നെയാണ്. താൻ കൊടുത്തിൽ ചെന്നു, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനായർ ദർശനങ്ങളെ ദർശിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഭോഷത്വമെങ്കിലും ജാതികൾക്ക് ഇടർച്ചയെങ്കിലും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായ ക്രിസ്തുവിനെ തന്നെ അത് ആണ് പ്രസംഗിച്ചത്. യഹൂദന്മാർക്കും യവനന്മാർക്കും രക്ഷിക്കപ്പെടുവാനുള്ള ഏകമാർഗം സുവിശേഷം. അത് പത്രോസ് യെരുശലേമിലും യഹൂദിയായിലും, യോഹന്നാന് യെരുശലേമിലും ആസിയൻ പ്രദേശങ്ങളിലും, അതുപോലെ തന്നെ ഫിലിപ്പോസ് ശമരിയയിലും, പൗലോസ് അപ്പോസ്തലൻ ഭൂമിയുടെ അറ്റത്തോളവും പ്രസംഗിച്ചു. അപ്പോൾ ആ സുവിശേഷമെല്ലാം കൃപയുടെ സുവിശേഷമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിമരണത്തിലും അവിടുത്തെ പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്ന ഏവനും കൃപയാൽ രക്ഷിക്കപ്പെടുന്നുള്ള സുവിശേഷമാണ് പത്രോസും യോഹന്നാനും ഫിലിപ്പോസും പൗലോസും പ്രസംഗിച്ചത്. പക്ഷേ ഗേറ്റ് ചർച്ചുകാരൻ പറയുന്നത് ഇവര് 4 പേരും പ്രസംഗിച്ച 4 വ്യത്യസ്ത സുവിശേഷങ്ങളാണ്. അപ്പൊ ഈ സുവിശേഷം പ്രസംഗിച്ച അപ്പോസ്തലന്മാര് പൊട്ടക്കണ്ണൻ ആനയെ കാണാൻ പോയതുപോലെയാണെന്നാണ് ഈ ഗേറ്റ് ചർച്ചുകാരന്റെ അനുമാനം. പണ്ട് അന്ധന്മാർ ആനയെ കാണാൻ പോയൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആനയുടെ തുമ്പിക്കൈയെ പിടിച്ചവൻ പറഞ്ഞു ആന ഈ പൈപ്പ് പോലെയാണ്, കാര്യം ഒരു പൊള്ളയായ ഒരു സാധനം പോലെയിരിക്കുന്നു. ചെവിയെ പിടിച്ചവൻ പറഞ്ഞു ആന മുറം പോലെയാണ്. കാലെ പിടിച്ചവൻ പറഞ്ഞു ആന തൂണ് പോലെയാണ്. വാലെ പിടിച്ചവൻ പറഞ്ഞു ആന ചൂല് പോലെയാണ്. വയറെ പിടിച്ചവൻ പറഞ്ഞു ആന കച്ചിത്തൂറ് പോലെയാണ്. 6 അന്ധന്മാര് ആനയെക്കുറിച്ച് പറഞ്ഞ 6 വ്യത്യസ്ത അഭിപ്രായം. ഇതുപോലെയാണ് ഗേറ്റ് ചർച്ചുകാരൻ പറയുന്നത്. ഈ പത്രോസും യോഹന്നാനും പൗലോസും ഫിലിപ്പോസും പ്രസംഗിച്ച സുവിശേഷം വ്യത്യസ്തങ്ങളായ സുവിശേഷങ്ങളായിരുന്നു. ഞങ്ങൾ വിനീതമായി ചോദിക്കട്ടെ, അങ്ങ് രക്ഷിക്കപ്പെടാൻ കാരണമായ സുവിശേഷം ഏതാണ്? പത്രോസിന്റെ സുവിശേഷമാണോ, അതോ യോഹന്നാന്റെ സുവിശേഷമാണോ, ഫിലിപ്പോസിന്റെ സുവിശേഷമാണോ, അതോ പൗലോസിന്റെ സുവിശേഷമാണോ, അതോ ഇവർ 4 പേരും പ്രസംഗിച്ച കൃപയുടെ സുവിശേഷമാണോ? അത് പ്രത്യേകം പറയണം. അടുത്ത 12-ാമത്തെ ദുരുദ്ദേശം, ഞാൻ എന്റെ സഭയെ പണിയും. മത്തായി 16 പണിയത് യഹൂദ സഭ പണിയുന്ന കാര്യമാണ്. യഹൂദ സഭയ്ക്ക് ക്രിസ്തീയ സഭയ്ക്ക് എന്ത് കാര്യം? യഹൂദ സഭയും ക്രിസ്തീയ സഭയും തമ്മിലുള്ള കടലും കടലാടിയും പോലുള്ള അന്തരമുണ്ട്. അത് ക്രിസ്തു സഭയുമായി യാതൊരു ബന്ധവുമില്ല. ക്രിസ്തു സഭ സമ്പൂർണമായും ഒരു പുതിയ നിയമ സൗധവും ഒരു ജീവത് ഘടനയുമാണ്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവിന്റെ മാർമിക ശരീരത്തിൽ ക്രിസ്തു എന്ന ശിരസിനോട് ചേർത്ത് പരിശുദ്ധാത്മ സ്നാനത്താൽ ബന്ധിപ്പിച്ച് നിരന്തരമായി പണിതുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ നിയമ സൗധമാണ് പുതിയ നിയമ സഭ. ദാറ്റ് ഹാസ് നോ കണക്ഷൻ വിത്ത് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇസ്രായേൽ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ 13-ാമത്തെയാണ് ഏറ്റവും വലിയ ന്യായവിധി. ഗേറ്റ് ചർച്ച് ഒഴികെയുള്ള എല്ലാ സഭകളും കൾട്ട് സഭകളാണ്. നല്ല കാര്യം ശരിയാണ്. മഞ്ഞപ്പിത്തം പിടിച്ചവന് ബാക്കിയുള്ള എല്ലാവരെയും കണ്ടപ്പോൾ അവരെല്ലാം മഞ്ഞിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്കെല്ലാം മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞു. ഇതാണ് ഇതിനുള്ള മറുപടി.
ഞാൻ ഗേറ്റ് ചേർച്ചിന്റെ ശുശ്രൂഷനോട് തന്നെയാ പറയുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ചവനെ അവന്റെ കണ്ണിൽ കൂടെ മറ്റുള്ളവരെ നോക്കിയപ്പോൾ എല്ലാവരും മഞ്ഞിച്ചിരിക്കുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, എല്ലാവരും മഞ്ഞപ്പിത്ത ബാധിതരാണ്, ഞങ്ങൾ മാത്രം ആരാണ്? ഞങ്ങൾ മാത്രം ഇത് ഈ യഥാർത്ഥ സഭയാണ്. ഇപ്പൊ ഈ മോഡേൺ ചർച്ചസിൽ ഞാൻ ലജ്ജ കൂടാതെ പറയട്ടെ, ഇന്ന് കാണപ്പെടുന്ന ഈ നവയുഗ സഭകളിലെ നമ്പർ 1 കൾട്ട് ചർച്ചാണ് ഈ പറയപ്പെട്ട ഗേറ്റ് ചർച്ച്. അതല്ലെങ്കിൽ ഗേറ്റ് ചർച്ചിന്റെ ശുശ്രൂഷകന്മാരായ ആളിൽ ഒരു ഓപ്പൺ സംവാദത്തിന് ഞങ്ങളെ വിളിക്കട്ടെ, എന്നെ വിളിക്കട്ടെ. ഞങ്ങളെന്ന് പറയാൻ എന്റെ കൂടെ ഇപ്പൊ ആരുമില്ല. എന്റെ കൂടെ ആകെ ഉള്ളത് കർത്താവും പരിശുദ്ധാത്മാവും ഞാനുമാണ്. വേറെ ആരും എന്റെ കൂടെ ഇല്ല. കാര്യം ഞാൻ അങ്ങനെ പൊതുവിന്റെ ഒരു ശുശ്രൂഷകനായിട്ടൊന്നും ഇവിടെ രംഗപ്രവേശം ചെയ്തിട്ടുള്ള ആളല്ല. പക്ഷേ ദുരുപദേശം കണ്ടാൽ ഇന്ദ്രൻ ആകാശത്തുനിന്ന് വന്ന് ഇറങ്ങി പറഞ്ഞാലും ഞാൻ ദൈവവചനം കൊണ്ട് മറുപടി പറയും. ഏറിയ വർഷങ്ങളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ടവനായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ കർത്താവിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ദൈവം എന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഞാനത് പറയും. എനിക്ക് ഗേറ്റ് ചർച്ചിനോടും അതിന്റെ സംവിധാനത്തോടും പ്രവർത്തനത്തോടും ഒന്നും വിരോധമൊന്നുമില്ല. ഞാൻ ഇന്ന് വരെയും ആരുടെയും ശമ്പളക്കാരനായ ശുശ്രൂഷകനല്ല, ഒരു സംഘടനയുടെയും വക്താവല്ല. ഞാൻ നിൽക്കുന്ന ബ്രദറം പ്രസ്ഥാനത്തിന്റെയും ഔദ്യോഗിക വക്താവെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാര്യം ഇവിടെ ഔദ്യോഗികമൊന്നുമില്ലല്ലോ. ഞാൻ മാർത്തവമായി നായകനായി വന്ന് എനിക്ക് എന്തോ ഔദ്യോഗികങ്ങളിലൂടെ ഭാവമൊന്നുമില്ല. ഞാൻ ദൈവവചനത്തിന്റെ ഔദ്യോഗികമായ വക്താവാണ്. ദൈവവചനം എന്ത് പറയുന്നു അത് ഞാൻ പറയും. അപ്പൊ ഗേറ്റ് ചർച്ച് ഒഴികെ ബാക്കിയുള്ളതെല്ലാം കൾട്ട് സഭകളാണ്. ശരിയാണ്. മഞ്ഞപ്പിത്തം മുഴുവൻ ബാധിച്ചവൻ ആരെ കണ്ടാലും മഞ്ഞിച്ച് തന്നെ ഇരിക്കും. അതുപോലെ മറ്റുള്ളവരെല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നവനെല്ലാം അവനും തോന്നും. അതുകൊണ്ട് ഈ 12 വിപരീത ഉപദേശങ്ങളെയും ഈ 8 എപ്പിസോഡുകളിലായി ദൈവവചന അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടിച്ചിരിക്കുന്നത്. ഈ ഖണ്ഡനത്തിന് ഏതെങ്കിലും മറുപടി ദൈവവചനം കൊണ്ട് പറയാറുണ്ടെങ്കിൽ സകർഷം സ്വാഗതം. അല്ലെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് ഓൺലി വൺ ഓൾട്ടർനേറ്റീവ്. ഞങ്ങൾ പറയുന്ന ഈ സത്യം അംഗീകരിക്കുക. അന്ധമായി വിശ്വാസികൾ ഇതിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് ധാരാളം ചേക്കേറുന്നു എന്ന് പല ആളുകളും ഈ ദിവസങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ദയവായി മനസ്സിലാക്കുക, നിങ്ങൾ ഇങ്ങനെയുള്ള വിപരീത ഉപദേശ കൂട്ടങ്ങൾ ചെന്ന് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ സാത്താനും കടലും നടുവിലായി അവസരമായി പോകും. കൂണുകൾ പോലെയാണ് ഇന്ന് സഭകൾ ഉണ്ടാകുന്നത്. നവയുഗ സഭകൾ ധാരാളം ഉണ്ടാകുകയാണ്. യങ്സ്റ്റേഴ്സ് ഒക്കെ അതിലേക്ക് അങ്ങ് മാർച്ച് ചെയ്യുക. നല്ലൊരു കാര്യം മനസ്സിലാക്കുക, കർത്താവിന്റെ വരവെങ്കിൽ ഒരു ശേഷിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. യെശയ്യാപ്രവാചകൻ പറയുമ്പോൾ എന്നാൽ ഒരു ശേഷിപ്പ് ഇസ്രായേൽ ശേഷിച്ചിരിക്കും. അപ്പൊ നിത്യാനന്ദം അവരുടെ തലമേൽ ഇരിക്കും. അവർ സിയോനിൽ കർത്താവിന്റെ സന്നിധിയിൽ എന്നെത്തിച്ചേരും. ഈ കാലഘട്ടത്തിലും ഞാന് എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്നവരല്ല. രക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷിക്കപ്പെട്ടവരുടെ സ്വഭാവവും പ്രവൃത്തിയും ഒക്കെ ഉണ്ടാവും. അവർ ദൈവവചനത്തിന്റെ വിപരീതമായ യാതൊരു വിപരീത ഉപദേശങ്ങളെയും സ്വീകരിക്കുകയില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ അവരെ തളർത്തിയാലും ഉപദേശത്തിന്റെ നിസ്തുല്യതയിൽ വെള്ളം അവർ ചേർക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. എത്ര കഠിനമേറിയ പരിശോധനകളും പരീക്ഷകളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഉണ്ടെങ്കിലും ഒരു തെല്ലും വിട്ടുവീഴ്ച ഉപദേശ വിഷയത്തിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിച്ചാൽ എന്നെ ഒക്കെ കൈ തുറന്ന് സഹായിക്കാൻ കഴിയുന്ന ധാരാളം ആളുകളുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ അങ്ങനെ ആരെയും പ്രീണനം ചെയ്യാൻ ഇന്നുവരെയും തയ്യാറായിട്ടില്ല. ഗേറ്റ് ചർച്ചക്കാരനല്ല, ഒരു ചർച്ചക്കാരൻ വന്നാലും ഞാൻ വീഴ്ത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് മുമ്പ് ഞാൻ വീഡിയോ പറഞ്ഞതാണ്. എന്റെ ഗ്രാജുവേഷൻ സമയത്ത് സഭ മഹാപീഠത്തിലൂടെ കടന്നു പോകുന്ന വിശ്വസിക്കുന്ന ഒരു സായിപ്പ്, അദ്ദേഹം എന്റെ ന്യൂട്രിഷന്റെ വൺ ഓഫ് ദി പ്രൊഫസേഴ്സ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, അന്നത്തെ കാലത്ത് എനിക്ക് $300 വെച്ച് പ്രതിമാസം സഹായം ചെയ്യാമെന്ന്. പിന്നെ അന്ന് ചേർന്നെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ കുറെ കൂടി കിട്ടി. 30 രൂപ പ്രതിമാസം തരാനില്ലാത്ത എനിക്ക് $300 കിട്ടിയാൽ വലിയ വൻ തുകയല്ലേ. അത് വാസ്തവത്തിലായിരുന്നു. അപ്പൊ അയാൾ അദ്ദേഹം പറഞ്ഞതറിയാമോ, ഈ ഡോക്ടറിനായിരിക്കണം നമ്മുടെ ഈ ടീച്ചിങ്സ്. സഭ മഹാപീഠത്തിൽ കടന്നു പോകും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ കർത്താവ് എനിക്ക് പ്രകാശിപ്പിച്ചു തന്നിരിക്കുന്ന ദൈവത്തിന്റെ പ്രകാശനത്തിന് വെളിയിൽ $300 $30,000 തന്നാലും ഞാൻ പഠിപ്പിക്കുകയില്ല, ഞാൻ അങ്ങയുടെ കൂടെ ശുശ്രൂഷിക്കും വരുതലും പറഞ്ഞു. പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്ന പല മിടുക്കന്മാരും പോയി. അവരിൽ ചില ആളുകൾ ഇന്ന് അമേരിക്കയിലുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് എന്നോട് സഹോദരൻ പറഞ്ഞു, വലിയ മസിലിംഗ് ഒന്നും വേണ്ടാതെ ഞങ്ങളുടെ പോകുന്നിരുന്നെങ്കിൽ ഇന്ന് സുഖമായി ജീവിക്കത്തില്ലായിരുന്നോ എന്ന് പറഞ്ഞു. ശരിയാണ്. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ അബദ്ധമായി പോയി എന്ന് ഇപ്പോഴത്തെ അനുഭവങ്ങൾ ചിലപ്പോൾ തോന്നൽ പിശാച് തന്നേക്കാം. എന്നാൽ ഒരു നിരാശയില്ല. കാരണം അറിയാവോ, വൻ ധനവും അതോടെ കഷ്ടതയുള്ളതിനേക്കാൾ കർത്താവിനോടുള്ളൂ അല്പം ഏറ്റവും ഉത്തമം.
ദൈവം തന്ന പ്രകാശത്തിൽ അനുസരണമായി ജീവിക്കുക. ഇവിടെ ആരായിരുന്നു ശരി, ആരായിരുന്നു തെറ്റ് എന്ന് ഇവിടെ തീരുമാനിക്കാൻ പല ആൾക്കാർക്കും സാധിക്കുകയില്ല. എന്നാൽ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് ഞാനും ഉണ്ടായിരിക്കും. അപ്പൊ എന്റെ കൂടെ രക്ഷിക്കപ്പെട്ട ആളിലും വരും. അപ്പൊ അവര് അവിടെ നിൽക്കുമ്പോൾ അവിടെ വെച്ചാണ് ഒരുത്തന്റെ പ്രവൃത്തി തീ കൊണ്ട് കർത്താവ് ശോധന ചെയ്യുമ്പോൾ സത്യം പഠിപ്പിച്ച ഞാൻ ഇവിടെ നിന്നതിനായി തീർന്നെങ്കിൽ എനിക്കിത് കർത്താവിന്റെ സ്ഥലത്ത് പുകഴ്ചയുണ്ടാകുന്ന തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വചനഭാഗത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പറയുന്നു. അല്ല, ഗേറ്റ് ചർച്ചയാൽ ചിന്തിക്കുന്നത് അദ്ദേഹം പറഞ്ഞ എനിക്കെതിരെ ഒരു പരമ്പര തന്നെ നടക്കുന്നത്. 52,600-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബിനകത്ത്. വളരെ കൂടുതൽ ആൾക്കാർ. എന്റെ യൂട്യൂബിൽ ഇത് വേണമെന്നറിയാവോ? ആകെ 1,400 പേര്. അതിനകത്ത് കാണുന്നതെന്ന് അറിയാവോ? 25, 15, 30, 54, 60, ഏറിയാൽ 100, 150. ഞാനത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. ഈ ഫേസ്ബുക്ക് 30 ദിവസം കഴിയുമ്പോൾ ഈ മെസ്സേജ് അവർ വാഷ് ഔട്ട് ചെയ്യും. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ കഷ്ടപ്പെട്ട് മണിക്കൂറുകൾ ചെലവഴിച്ച് ദൈവം പഠിച്ച് പ്രസന്റ് ചെയ്യുന്ന മെസ്സേജ് ആയതുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ വചനം ഞാൻ ഓർക്കുന്നുണ്ട്. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാകുന്നു, അതിലൂടെ കടക്കുന്നവർ അനേകരാകുന്നു. എന്നാൽ നിത്യജീവനിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കമുള്ളത്, അതിൽ കൂടി കടക്കുന്നവർ ചുരുക്കവും അത്രേ. അപ്പൊ എന്റെ യൂട്യൂബിൽ 1,400 പേരേ ഉള്ളൂ. കാണുന്നവർ 15, 25, 40, 50 പേരേ ഉള്ളൂ. അത് കാണാൻ വേണ്ടി മാത്രം സമയം ചെലവഴിക്കുന്നവരാ. 52,000 പേര് കണ്ടിട്ട് ഒരു ഗുണവും വരാതിരിക്കുന്നതിനേക്കാൾ നല്ലത് 52 പേര് കണ്ടിട്ട് അതിൽ 5 പേർക്കെങ്കിലും ഗുണം വരുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് ആവശ്യം. ക്വാണ്ടിറ്റി വീർപ്പിച്ച് കാണിക്കുന്നവരായിരുന്നു ഭൂമിയിലുള്ള അനേക ആളുകളും. എനിക്ക് ക്വാണ്ടിറ്റി വീർപ്പിച്ച് ആരെ കാണിക്കാൻ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അവിടെ 52,600 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബിൽ ഞങ്ങള് രക്തം ഒഴുകേണ്ടി വന്നാലും ഈ സത്യത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയുമ്പോൾ ഏത് സത്യമാണെന്നൂടെ പറയണം. ഇങ്ങനെ ഈ 12 വിപരീത ഉപദേശം പഠിപ്പിക്കുന്നതാണോ സത്യം? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ പറയട്ടെ. ഞങ്ങൾ മറ്റു ചിലരെ പോലെ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നവരല്ല, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവരായി നിൽക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. അപ്പൊ ക്വാണ്ടിറ്റി വളരെ കുറവാണ്, എന്നാൽ ക്വാളിറ്റി വളരെ കൂടുതലാണ്. ഏത് ക്വാളിറ്റി? വചനത്തിന്റെ ക്വാളിറ്റി. വചനം പറയുന്നത് ഞങ്ങൾക്ക് വല്ല കുറവുകളൊക്കെ നിങ്ങൾ കണ്ടെത്തിയേക്കാം. ഞങ്ങൾ പൂർണ്ണരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ ഞങ്ങൾ സംസാരിക്കുന്ന വചനം പൂർണ്ണതയുള്ളതാണ്. അത് തിരുവെഴുത്താണ് അതിന്റെ ആധാരം. അത് ആ നിലയിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നു. ഞങ്ങൾ ആൾക്കാരെ അത് മനസ്സിലാക്കി കൊടുക്കുന്നു. ഞങ്ങളോട് ഏത് ചോദ്യം ചോദിച്ചാലും ഞങ്ങൾ ഡിസ്റ്റർബ് ആകുന്നില്ല. ഞങ്ങൾ അതിന് വചനം കൊണ്ട് ഉത്തരം പറയുന്നു. എന്നോട് ഒരു ദിവസം എത്ര ആൾക്കാർ ചോദ്യം ചോദിക്കും. എന്റെ വാട്സാപ്പിൽ ചോദിക്കും, ദേവദാസനെ ഇന്ന വിഷയം ഇങ്ങനെയാണ്, ഇന്ന വിഷയം എങ്ങനെയാണ്. ഞാൻ അവർക്കെല്ലാം മറുപടി കൊടുക്കും. അവർ ലേറ്റ് ആയാലും ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് യാതൊരു ഈർഷ്യയില്ല. പിന്നെ ഞാൻ പറയുന്നത് മാത്രമാണ് 100% ശരിയെന്ന് അവകാശവാദമില്ല. ദൈവനും ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിയ കാലം പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവായ ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എന്നാൽ നിങ്ങൾക്ക് വേറെ വഴിയായി ചിന്തിച്ചിട്ട് സത്യം അതിൽ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അന്വേഷിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏതൊരു കാര്യവും സ്ഥിരീകരിക്കാൻ ദൈവത്തിന്റെ വചനം കൊണ്ട് തന്നെ സ്ഥിരീകരിക്കണം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഒരിടച്ചയുമില്ല. സംശയമുള്ളവർക്ക് ചോദിക്കാം, ഞങ്ങൾ ഉത്തരം പറയാം. അപ്പൊ അവർ കൊണ്ട് പറഞ്ഞേക്കുന്നുള്ളത് ഗേറ്റ് ചർച്ച് ഒഴികെ മറ്റുള്ള എല്ലാ സഭകളും കൾട്ടുകളാണ്. ശരിയാ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ മുറുകെ പിടിക്കുന്നതും എനിക്ക് ഗ്രഹിക്കാൻ കർത്താവ് കൃപ തന്നതും ഞാൻ നിലനിന്നു പോകുന്നതുമായ ഈ സഭാവിഭാഗം പഠിപ്പിക്കുന്ന ഉപദേശമാണ് വചനത്തോട് വിശ്വസ്ത പുലർത്തുന്ന ഉപദേശം എന്നാണ് ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും മനഃപൂർവ്വമായി അങ്ങനെയല്ല, വേറെ ചിലതാണ് തോന്നുന്നുണ്ട്, അത് നിങ്ങളുടെ കാര്യം. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കാറില്ല എന്റെ ഉപദേശം. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയുന്നു. മനസ്സുള്ളവരും താല്പര്യമുള്ളവരും കേൾക്കുക. ഇനി കേൾക്കാൻ താല്പര്യമില്ലാത്തതും കേൾക്കേ വേണ്ട. ഇപ്പൊ ഒരാൾ ഒരുത്തിനോട് പറഞ്ഞു എന്റെ യൂട്യൂബിലെ മെസ്സേജ് കേൾക്കരുത്. ആർക്ക് ചെയ്യാതെ എനിക്ക് വല്ല പ്രശ്നമുണ്ടോ? കേൾക്കണ്ട. ഞാൻ മണിക്കൂറുകൾ സമയം എടുത്ത് ദൈവനം പഠിക്കുന്നു, അത് പൊതുപ്രവർത്തനം നൽകുന്നു. അതുകൊണ്ടൊക്കെ പ്രയോജനം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഈ കെനിയൻ, ഉഗാണ്ട പ്രദേശങ്ങളൊക്കെയുള്ള ചില മലയാളികൾ, അറേബ്യൻ രാജ്യങ്ങളിലുള്ള ചില മലയാളികൾ, ക്യാമ്പുകളൊക്കെ കഴിയുന്നവർ, പാവപ്പെട്ടവർ. അങ്ങനെ കർത്താവ് അങ്ങനെയാണല്ലോ, വഴിയരികിലും പെരുവഴിയിലും ഒക്കെ ചെന്ന് കണ്ടവരെ അകത്ത് വരാൻ നിർബന്ധിക്കാനാണ് പറഞ്ഞു, രാജാവിന്റെ മകന്റെ കല്യാണ സ്ഥിതിക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് വലിയ ചായമാർക്ക് അത് വേണ്ട, നല്ല കാര്യം, നിങ്ങൾ സ്വീകരിക്കണ്ട.
ഇത് സ്വീകരിക്കുന്ന പാവപ്പെട്ട ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ശുശ്രൂഷ ഞാൻ ചെയ്യാൻ ദൈവം എന്നെ പ്രാപ്തിപ്പെടുന്നത്. ഈ ഗേറ്റ് ചർച്ചിന്റെ ഉപദേശ വിരുദ്ധതയിൽ ചെന്ന് ചാടി പിശാചിനും കടലിനും നടുവില് വലയപ്പെടാതിരിക്കാൻ ദൈവകൃപയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ച, ഇനിയും ഈ മെസ്സേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിലുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.